നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. വോട്ടെടുപ്പിന് തൊട്ടടുത്ത ദിവസം കോട്ടയത്ത് വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് കാവൽ നിന്ന കേന്ദ്ര സേനാംഗം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനു നേരെ തോക്ക് ചൂണ്ടിയ സംഭവം. വൈക്കം മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരുന്ന കോട്ടയം ബെസേലിയസ് കോളേജിലായിരുന്നു അന്ന് നാടകീയ സംഭവ വികാസങ്ങൾ നടന്നത്. സ്ട്രോങ് റൂമിന്റെ താക്കോൽ പൂട്ടിനൊപ്പം വെച്ച് സീൽ ചെയ്യണമെന്ന കേന്ദ്ര നിരീക്ഷകന്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ എതിർത്തതോടെ സംഘർഷമുണ്ടായി. തുടർന്നാണ് കേന്ദ്ര സേനാംഗം തോക്കെടുത്തത്. ഇപ്പോഴിതാ ഭയപ്പെടുത്തുന്ന ചില റിപ്പോർട്ടുകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നു. വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകൾ തുറന്ന വാർത്തയാണത്. വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് കാവൽ ഇതിനകം തന്നെ ഏർപ്പെടുത്തിയിരുന്നു. എന്നിട്ടും പല സ്ഥലങ്ങളിലും CCTVകൾ കണ്ണടയ്ക്കുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസിനും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്കുമൊക്കെ ഇത്രയധികം ഭയം? അതിനൊരൊറ്റ കാരണമാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞ് 11 ദിവസം പിന്നിട്ടിട്ടും കേരളത്തിലെ പോളിംഗ് ശതമാനം നൽകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തോ ഒളിച്ചു കളിക്കുന്നത് പോലെ മലയാളികൾക്ക് അനുഭവപ്പെടുന്നു. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ അവസ്ഥ. വോട്ട് ചെയ്തവരുടെ കണക്ക് ഇനി കമ്മീഷൻ നൽകിയിട്ടില്ല. ഒരാഴ്ച മുൻപ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൾക്കർ പറഞ്ഞതാണ് ഈ കണക്ക്. എന്നാൽ അന്തിമ കണക്ക് ഇതല്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അന്നേ പറഞ്ഞു. സംസ്ഥാനത്തെ കണക്കുകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചതിന് ശേഷമേ പുറത്തുവിടാവൂ എന്നതാണ് നടപടിക്രമം. കൃത്യമായ വിവരങ്ങൾ വോട്ടെണ്ണിയതിനു ശേഷം പുറത്തുവിടുമെന്നാണ് കമ്മീഷൻ പറയുന്നത്. കണക്കുകൾ പുറത്തുവിടാത്തതിൽ ദുരൂഹതയുണ്ട് എന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം 10,000-ലേറെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിരവധി പേർക്ക് തപാൽ വോട്ട് ചെയ്യാനായില്ല എന്ന പരാതി ഒരു വശത്ത്. കഴിഞ്ഞ 2 ദിവസമായി ഈ സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്യാനോ വിവരങ്ങൾ കാണാനോ കഴിയുന്നില്ല. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെട്ടവരിൽ തപാൽ വോട്ടിന് അപേക്ഷിച്ചവരുടെ വിവരങ്ങൾ ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന കേരള electron.in എന്ന സൈറ്റാണ് 2 ദിവസമായി പ്രവർത്തനരഹിതമായി കിടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിന് ഇനി ദിവസങ്ങൾ മാത്രം. ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെള്ളിമാടുകുന്ന് JDT ഇസ്ലാം സ്കൂളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച കേന്ദ്രത്തിൽ ഉദ്യോഗസ്ഥർ തുറന്ന് പരിശോധന നടത്തിയത് വലിയ വിവാദമാകുന്നു. പേരാമ്പ്ര മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന ഈ നീക്കം അടിമുടി ദുരൂഹമാണ്, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് എന്ന് UDF ആരോപണം ഉന്നയിച്ചു. പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ ഉൾപ്പെടെ 6 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി. തിങ്കളാഴ്ച രാവിലെ 9:30 മണിയോടെ പേരാമ്പ്ര ROയുടെ ഓഫീസിൽ നിന്ന് മെറ്റീരിയൽ റൂം തുറക്കണമെന്ന് അറിയിപ്പ് വരുന്നു. ചട്ടപ്രകാരം മുൻകൂട്ടി അറിയിപ്പ് നൽകണമെന്നും തീരുമാനമെടുക്കാൻ സമയം വേണമെന്നും സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ. എന്നാൽ ഇത് അവഗണിച്ച് റിട്ടേണിംഗ് ഓഫീസർ മുറി തുറക്കാൻ തിടുക്കം കാട്ടി. സ്ഥാനാർത്ഥി എത്തുന്നതിന് മുൻപേ മുറി തുറന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ കഴിയുന്നില്ല. അപ്രതീക്ഷിതമായി മുറി തുറന്നു കിടക്കുന്നത് കണ്ട തഹ്ലിയയുടെ ഭർത്താവ് അഡ്വക്കേറ്റ് ഷഹസാദ് സ്ഥലത്തെത്തി. എന്നാൽ ആദ്യഘട്ടത്തിൽ അകത്തേക്ക് സ്ഥാനാർത്ഥിയുടെ ഭർത്താവിനെ പ്രവേശിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ അനുവദിച്ചില്ല. ഒടുവിൽ വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് ഉദ്യോഗസ്ഥർ അനുമതി നൽകിയത്. സംഭവത്തിൽ ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം അടിമുടി വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞത്. എൻകോർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനാണെന്ന് റിട്ടേണിംഗ് ഓഫീസർ C വിനോദ് കുമാർ. എന്നാൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി ഒത്തുനോക്കാനാണ് തങ്ങൾ അകത്ത് കയറിയത് എന്ന് ഡെപ്യൂട്ടി കളക്ടറുടെ വിശദീകരണം. ഒരേ സംഭവത്തിൽ 2 ഉന്നത ഉദ്യോഗസ്ഥർ വ്യത്യസ്ത കാരണങ്ങൾ നിരത്തുന്നത് അടിമുടി ദുരൂഹമാണ് എന്ന് UDF. പേരാമ്പ്രയിലെ മുറിയാണ് തുറന്നത് എന്ന് അധികൃതർ അവകാശപ്പെടുന്നു. എന്നാൽ കോഴിക്കോട് സൗത്ത് മണ്ഡലവുമായി ബന്ധപ്പെട്ട ഒരു മുറി തുറക്കുന്നതാണ് ക്യാമറയിൽ കാണുന്നത്. മുറിക്കകത്ത് ലാപ്ടോപ്പുമായി ഇരുന്ന ഉദ്യോഗസ്ഥർ എന്തു ചെയ്തു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പേരാമ്പ്രയ്ക്ക് പുറമെ കൊയിലാണ്ടി, കുന്ദമംഗലം, കോഴിക്കോട് നോർത്ത്, സൗത്ത്, ബാലുശ്ശേരി എന്നീ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങളും ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കോഴിക്കോടിന് പിന്നാലെ പിന്നീട് പാലക്കാട് സ്ട്രോങ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. ഒടുവിൽ സ്ട്രോങ് റൂമുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇടപെട്ടു. പോളിംഗിന് ശേഷം തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്ന വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സീൽ ചെയ്തതും അല്ലാത്തതുമായ മുറികൾ ഒരു കാരണവശാലും ഇനി തുറക്കരുത് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഉത്തരവ്.
14 കളക്ടർമാർക്കും റിട്ടേണിംഗ് ഓഫീസർമാർക്കും നിർദ്ദേശം നൽകി. പാലക്കാട് നെന്മാറ മണ്ഡലത്തിൽ വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂം ഇന്ന് തുറക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പിന്നീട് കളക്ടർ അത് വേണ്ടെന്ന് വെച്ചു. ഉദ്യോഗസ്ഥർ കൈവശം വെക്കേണ്ട രേഖകൾ മുറിയിൽ വെച്ച് പൂട്ടിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്കാണ്. അതിന്റെ പേരിൽ വോട്ടെണ്ണൽ ദിവസത്തിന് മുൻപ് ഈ സ്ട്രോങ് റൂമുകളോട് ചേർന്ന മുറികൾ തുറന്ന് പരിശോധിക്കേണ്ട എന്നാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം. ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ബാധിച്ചു. ഇൻഡെക്സ് കാർഡ് തയ്യാറാക്കാനോ എൻകോർ പോർട്ടലിലെ വിവരങ്ങൾ ശേഖരിക്കാനോ ഇനി മുറി തുറക്കരുത് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം. പാലക്കാട് തുറക്കാനിരുന്നത് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന മെറ്റീരിയൽ സ്ട്രോങ് റൂമാണെന്നും EVM ഉള്ള സ്ട്രോങ് റൂം അല്ല എന്നും കളക്ടർ MS മാധവിക്കുട്ടി വിശദീകരിക്കുന്നു. പോളിംഗ് യന്ത്രങ്ങൾക്ക് കാവൽ നിൽക്കുന്ന UDF പ്രവർത്തകരുടെ ജാഗ്രതയാണ് ഇപ്പോൾ സ്ട്രോങ് റൂം വിവാദം പുറത്തെത്താൻ കാരണമായത് എന്ന് UDF വിശ്വസിക്കുന്നു. കോഴിക്കോട് നോർത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി K. ജയന്താണ് പോളിംഗ് യന്ത്രങ്ങൾക്ക് കാവൽ നിൽക്കാൻ അനുമതി ആവശ്യപ്പെട്ട് ആദ്യം കളക്ടറെ സമീപിച്ചത്. അനുമതി ലഭിച്ചതോടെ 8 മണ്ഡലങ്ങളുടെ സ്ട്രോങ് റൂമുകളുടെ CCTV ദൃശ്യങ്ങൾക്ക് മുൻപിൽ 24 മണിക്കൂറും UDF പ്രവർത്തകർ കാവൽ നിന്നു. കാവൽ നിൽക്കാൻ തുടങ്ങിയ ആദ്യ ദിനം രാത്രി 11 മണിക്ക് നോർത്ത് മണ്ഡലത്തിലെ 7 CCTVകൾ പ്രവർത്തനരഹിതമായി. രാത്രി തന്നെ റിട്ടേണിംഗ് ഓഫീസറെ വിളിച്ചുണർത്തി 10 മിനിറ്റിനുള്ളിൽ ഇവർ ഇത് പുനഃസ്ഥാപിച്ചു. ഈ കഴിഞ്ഞ ദിവസം സൗത്ത് മണ്ഡലത്തിലെ CCTVയും കണ്ണടച്ചിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ പേരാമ്പ്രയിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമിനരികിലുള്ള മുറി തുറക്കാൻ ഇടവന്നത്. സ്ട്രോങ് റൂമിനുള്ളിൽ ഉദ്യോഗസ്ഥർ ലാപ്ടോപ്പ് ഉപയോഗിച്ച് ജോലി ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ട UDF ആകെ അന്താളിപ്പിലായി. സ്ട്രോങ് റൂം തുറന്ന സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്ര അന്വേഷണം നടത്തണമെന്നാണ് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയതുപോലെ ഗുരുതരമായ അട്ടിമറിയുടെ ഏറ്റവും വലിയ തെളിവാണ് സ്ട്രോങ് റൂം തുറന്നതിലൂടെ വെളിയിൽ വന്നിരിക്കുന്നത് എന്ന് UDF ചെയർമാൻ VD ജോസഫ് പറയുന്നു. വോട്ട് ചെയ്തവരുടെ കൃത്യമായ കണക്കുകളില്ല. കൃത്യമായ ശതമാനക്കണക്ക് UDF പലവട്ടം തെരഞ്ഞെടുപ്പ് ഓഫീസറോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, അടിമുടി ദുരൂഹത നിലനിൽക്കുന്നു ഇത്തരം സംഭവങ്ങളിൽ. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ വോട്ടിംഗ് മെഷീനുകൾക്ക് കാവൽ നിൽക്കുക മാത്രമാണ് ഇനി UDF പ്രവർത്തകരുടെയും നേതാക്കളുടെയും മുന്നിലുള്ള പോംവഴി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.